Hello dear children, welcome to Kids Area Online. Kids Area Online-ൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസ് ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിൽ ലൈവ് ക്ലാസ്സുകളാണുള്ളത്. LKG UKG ക്ലാസ്സസ് ഉണ്ട്. സ്പെഷ്യൽ ക്ലാസ്സസ് ആയിട്ട് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. ഫീസ് നൽകിയാണ് പഠിക്കുവാനുള്ളത്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒത്തിരി വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ എഴുതുക. ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ല് വിശദീകരിച്ചും എഴുതുക. ഓക്കെ, മനസ്സിലായല്ലോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട രണ്ട് പഴഞ്ചൊല്ലുകൾ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട രണ്ട് പഴഞ്ചൊല്ലുകൾ അറിയാവോ? ഭക്ഷണവുമായി ബന്ധപ്പെട്ട രണ്ട് പഴഞ്ചൊല്ലുകൾ നമുക്ക് എപ്പോഴും ഓർമ്മയിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ഉണ്ടവന് ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ല. ഉണ്ടവന് അതായത് കഴിച്ചു കഴിഞ്ഞവന്, ഉണ്ടവന് ഉണ്ണാത്തവന്റെ, ഉണ്ട് കഴിഞ്ഞിരിക്കുന്നവന് ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ല. ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ല. കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ എന്താണ്? ഉണ്ടവന് ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ല. ഉണ്ടവന് ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ല. പറഞ്ഞേ, ഉണ്ടവന് ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ല. ഇത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ്. ഉണ്ടവന് ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ല. ഇനി മറ്റൊരു പഴഞ്ചൊല്ല്, രണ്ട് പഴഞ്ചൊല്ല് എഴുതണമല്ലോ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റൊരു പഴഞ്ചൊല്ല് അറിയാവോ? പറഞ്ഞേ. ഉണ്ടവൻ ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ല. വേറെയും നമുക്ക് പറയാം. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം. കേട്ടിട്ടുണ്ടോ? ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം. അതുപോലെ വയറ് നിറഞ്ഞാൽ വായ പറയും. വയറ് നിറഞ്ഞാൽ വായ പറയും. കലത്തിനറിയുമോ കറിയുടെ രുചി. ഇത് നിങ്ങൾക്ക് ഓർമ്മയിരിക്കുമല്ലോ. കലത്തിനറിയുമോ കറിയുടെ രുചി. കാരണം ആഹാരം പാചകം ചെയ്യുന്ന കലത്തിന് അതിൽ വയ്ക്കുന്ന കറിയുടെ രുചി അറിയാൻ കഴിയത്തില്ല. അപ്പോൾ കലത്തിനറിയുമോ കറിയുടെ രുചി. കലത്തിനറിയുമോ കറിയുടെ രുചി. കലത്തിനറിയുമോ കറിയുടെ രുചി. ഇപ്പൊ രണ്ട് പഴഞ്ചൊല്ല് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഉണ്ടവന് ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ല. ഇപ്പൊ എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്തോളൂ കേട്ടോ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട രണ്ട് പഴഞ്ചൊല്ല് പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, ഉണ്ടവന് ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ല. കലത്തിനറിയുമോ കറിയുടെ രുചി. കലത്തിനറിയുമോ കറിയുടെ രുചി. ഓക്കെ, അപ്പൊ ഉണ്ടവൻ ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ല, കലത്തിനറിയുമോ കറിയുടെ രുചി. ഇനി നിങ്ങൾ എഴുതിയ പഴഞ്ചൊല്ലുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ ആശയം സ്വന്തം നിരീക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തി വിശദീകരിച്ച് എഴുതുക. അപ്പൊ അതിന് ടീച്ചർ പുതിയൊരു പഴഞ്ചൊല്ല് ഇവിടെ എഴുതാം. എഴുതിയിട്ട് അത് വിശദീകരിച്ച് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 3 പഴഞ്ചൊല്ലും പഠിക്കാം, അതിൻ്റെ ഒന്നിൻ്റെ വിശദീകരണവും പഠിക്കാം. റെഡിയാണല്ലോ? അപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഒരു പഴഞ്ചൊല്ല് എഴുതി അതിനെ വിശദീകരിച്ച് എഴുതുകയാണ് ചെയ്യുന്നത്. അതിവിടെ എഴുതാം. പഴഞ്ചൊല്ല്, ടീച്ചർ എഴുതുന്ന പഴഞ്ചൊല്ല്: പന്തിക്ക് മുന്നിലും പന്തിക്കു മുന്നിലും പടയ്ക്ക് പിന്നിലും. പടയ്ക്ക് പിന്നിലും. പന്തിക്കു മുന്നിലും പടയ്ക്കു പിന്നിലും. എന്താണെന്ന് മനസ്സിലായോ? പന്തിക്ക്, പന്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ ക്യൂ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? അവിടെ എന്ത് ചെയ്യും? ഇടിച്ച് മുന്നിൽ പോയി നിൽക്കും. പന്തിക്ക് മുന്നിലും.
എന്നാൽ എന്തെങ്കിലും ഒരു ആവശ്യം നപ്പാടയ്ക്ക്, അതായത് നമ്മളിപ്പോൾ യുദ്ധം പോലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യില്ല, മുന്നിൽ നിൽക്കത്തില്ല. പേടിയാ. എവിടെ പോയി നിൽക്കും? ഏറ്റവും എത്രത്തോളം പിന്നിൽ പോയി നിൽക്കാൻ പറ്റുമോ അത്രത്തോളം പിന്നിൽ പോയി നിൽക്കും. അപ്പോൾ ആഹാരത്തിൻ്റെ കാര്യം വരുമ്പോൾ മുന്നിൽ വന്ന് നിൽക്കും. ആവശ്യം വരുമ്പോഴോ ഏറ്റവും പിന്നിൽ പോയി നിൽക്കും. ഇങ്ങനെയുള്ള ആളുകളെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലാണ്, ഇങ്ങനെയുള്ള ആളുകളെ പറയുന്ന പഴഞ്ചൊല്ലാണ് പന്തിക്കു മുന്നിലും പടയ്ക്കു പിന്നിലും. പന്തിക്കു മുന്നിലും പടയ്ക്കു പിന്നിലും. ഓർമ്മയിരിക്കുമല്ലോ? പറഞ്ഞേ, പന്തിക്കു മുന്നിലും പടയ്ക്കു പിന്നിലും. ഇത് നമുക്ക് എഴുതിയാലോ? വിശദീകരിച്ച് എഴുതാമോ? ഇത് നമുക്ക് വിശദീകരിച്ച് എഴുതാം. പന്തിക്കു മുന്നിലും പടയ്ക്ക് പിന്നിലും. അപ്പോൾ ഇതെന്താണ് എഴുതുക? സദ്യ നടക്കുമ്പോൾ മുന്നിൽ തള്ളുന്നവരെ കളിയാക്കുന്ന പഴഞ്ചൊല്ലാണിത്. സദ്യ നടക്കുമ്പോൾ, സദ്യ നടക്കുമ്പോൾ, സദ്യ നടക്കുമ്പോൾ, സദ്യ നടക്കുമ്പോൾ മുന്നിൽ തള്ളുന്നവർ. കാരണം അവർക്ക് ആദ്യം സദ്യക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? മുന്നിൽ തള്ളുന്നത് അല്ലേ? അപ്പോൾ സദ്യ നടക്കുമ്പോൾ മുന്നിൽ തള്ളുന്നവരെ കളിയാക്കുന്ന ചൊല്ലാണിത്. അപ്പോൾ നമ്മൾ ഏത് പഴഞ്ചൊല്ലിനെ കുറിച്ചാണോ വിശദീകരിച്ച് എഴുതുന്നത് അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യുക? ആദ്യം എഴുതുക. സദ്യ നടക്കുമ്പോൾ മുന്നിൽ തള്ളുന്നവരെ കളിയാക്കുന്ന ചൊല്ലാണിത്, അല്ലെങ്കിൽ പഴഞ്ചൊല്ലാണിത്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. സദ്യ നടക്കുമ്പോൾ മുന്നിൽ തള്ളുന്നവരെ കളിയാക്കുന്ന ചൊല്ലാണിത്. ഭക്ഷണമുള്ള എല്ലാ സ്ഥലത്തും ഇവർ എവിടെ കാണും? മുന്നിൽ കാണും. ഭക്ഷണം വിളമ്പുന്ന എല്ലാ സ്ഥലത്തും, ഭക്ഷണം വിളമ്പുന്ന എല്ലാ സ്ഥലത്തും ഇവരെവിടെ കാണും? മുന്നിൽ കാണും. ഭക്ഷണം വിളമ്പുന്ന എല്ലാ സ്ഥലത്തും ഇവർ മുമ്പിലുണ്ടാകും. ഇവർ മുന്നിലുണ്ടാകും. ഇവർ മുന്നിലുണ്ടാകും. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? സദ്യ നടക്കുമ്പോൾ മുന്നിൽ തള്ളുന്നവരെ കളിയാക്കുന്ന ചൊല്ലാണത്. ഭക്ഷണം വിളമ്പുന്ന എല്ലാ സ്ഥലത്തും ഇവർ മുന്നിൽ കാണും. എന്നാൽ ധൈര്യം വേണ്ടിടത്ത് ഇവർ പിന്നിലായിരിക്കും. എന്നാൽ ധൈര്യം അത് എന്താണ്? മുന്നിൽ നിൽക്കേണ്ട സ്ഥലത്ത്. എന്നാൽ ധൈര്യം വേണ്ടിടത്ത് ഇവർ ഏറ്റവും പിന്നിലായിരിക്കും. ഇവർ ഏറ്റവും എവിടെയായിരിക്കും? പിന്നിലായിരിക്കും. ഏറ്റവും പിന്നിലായിരിക്കും. ഏറ്റവും പിന്നിലായിരിക്കും. പടയ്ക്ക് പോകുമ്പോൾ, അതായത് എന്തെങ്കിലും യുദ്ധത്തിന് പോകുന്നത് പോലെ പോകുമ്പോൾ, പടയെന്ന് പറഞ്ഞ യുദ്ധമാണ് കേട്ടോ. പടയ്ക്ക് പോകുമ്പോൾ എത്രത്തോളം പിന്നിൽ നിൽക്കാൻ കഴിയുമോ അത്രത്തോളം പിന്നിൽ നിൽക്കും. പടയ്ക്ക് പോകുമ്പോൾ കഴിയുന്നതത്ര പിന്നിൽ നിൽക്കും. പടയ്ക്ക് പോകുമ്പോൾ കഴിയുന്നത്ര പിന്നിൽ നിൽക്കും. കഴിയുന്നത്ര പിന്നിൽ നിൽക്കുകയും ചെയ്യും. പിന്നിൽ നിൽക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇതാണ് പന്തിക്ക് മുന്നിലും പടയ്ക്ക് പിന്നിലും. പന്തിക്ക് മുന്നിലും പടയ്ക്ക് പിന്നിലും എന്ന് പറഞ്ഞാൽ എന്താ? സദ്യ നടക്കുമ്പോൾ മുന്നിൽ തള്ളുന്നവരെ കളിയാക്കുന്ന ചൊല്ലാണിത്. ഭക്ഷണം വിളമ്പുന്ന എല്ലാ സ്ഥലത്തും ഇവർ മുന്നിലുണ്ടാകും. എന്നാൽ ധൈര്യം വേണ്ടിയിടത്ത് ഇവർ ഏറ്റവും പിന്നിലായിരിക്കും. പടയ്ക്ക് പോകുമ്പോൾ കഴിയുന്നത്ര പിന്നിൽ നിൽക്കുകയും ചെയ്യും. മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ തെറ്റാതെ എഴുതുമല്ലോ. എഴുതും. ഇപ്പൊ 2 പഴഞ്ചൊല്ലുകൾ, ഭക്ഷണത്തെക്കുറിച്ചുള്ള 3 പഴഞ്ചൊല്ലുകൾ പഠിച്ചു. ഉണ്ടവന് ഉണ്ണാത്തവന്റെ വിശപ്പറിയില്ല, കലത്തിനറിയുമോ കറിയുടെ രുചി, പന്തിക്കു മുന്നിലും പടയ്ക്കു പിന്നിലും. അതെ, സദ്യ നടക്കുമ്പോൾ മുന്നിൽ തള്ളുന്നവരെ കളിയാക്കുന്ന ചൊല്ലാണ് പന്തിക്ക് മുന്നിലും പടയ്ക്ക് പിന്നിലും. ഭക്ഷണം വിളമ്പുന്ന എല്ലാ സ്ഥലത്തും ഇവർ മുന്നിലുണ്ടാവും. എന്നാൽ ധൈര്യം വീണ്ടെടുത്തവർ ഏറ്റവും പിന്നിലായിരിക്കും.
പടയ്ക്ക് പോകുമ്പോൾ കഴിയുന്നത്ര പിന്നിൽ നിൽക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഉറപ്പായിട്ട് നിങ്ങൾ എഴുതുമല്ലോ. യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.